കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇനിയും ഒരുപാട് പ്രവർത്തകർ അവിടെയുണ്ട്. അവർ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ. സംഗി ചാൻസലർ വാപ്പസ് ജാവോ, ചാൻസലർ ഗോ ബാക്ക്. ഇങ്ങനെ പല ഭാഷകളിൽ ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ ബാനറുകൾ അവിടെ തൂക്കിക്കൊണ്ട് അത്തരത്തിലാണ് SFI ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, നിലവിലത്തെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പകുതിയിലധികം പ്രവർത്തകരെ പോലീസിനെ നീക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് പ്രവർത്തകർ മാത്രമാണ് നിലവിൽ ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ കൂടുതൽ പോലീസ് എത്തി അവരെ കൂടെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അത്തരത്തിൽ ഓരോ പ്രവർത്തകരെയായി പോലീസ് ഇവിടെ നിന്ന് നീക്കുകയാണ്. കൂടുതൽ ബസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തകർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ക്യാമ്പസ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറെക്കുറെ പോലീസിന് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. പക്ഷേ പോലീസ് ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോൾ പകുതിയോളം പ്രവർത്തകരെ പോലീസിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന SFIയും ഗവർണറും നിലപാടെടുത്തോടെയാണ് ഇത്ര അക്രമം ഉണ്ടാവുന്ന അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക്, ആക്രമണോത്സുകമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിനാൽ തന്നെയാണ് പോലീസ് ഒരു മുൻകരുതൽ എടുക്കുന്നത്. അത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹം ഉൾപ്പെടെ സേനാ വിന്യാസം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പ്രവർത്തകർ ഇവിടെ നിന്ന് വലിച്ചെറിയുന്ന മലപ്പുറം SP ഉൾപ്പെടെ നേരിട്ട് മുന്നിൽ നിന്ന് ഈ ഒരു അറസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കുറച്ച് പ്രവർത്തകർ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഗോബാക്ക് മുദ്രാവാക്യം വിളികളുമായി, ചാൻസലർക്കെതിരെയുള്ള മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ഇവിടെ അണിനിരക്കുന്നു. ഇപ്പോൾ PM ആർഷോ സംസ്ഥാന സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർഷോയെ ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ച് പ്രവർത്തകർ അവശേഷിക്കുന്നുണ്ട്. ബസ്സിനുള്ളിലും പ്രവർത്തകർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ പ്രവർത്തകരെ ബസ്സിനുള്ളിലേക്ക് വലിച്ചു നീക്കുകയാണ് പോലീസ്. ബസ്സിനുള്ളിൽ പോലും പ്രവർത്തകർ വഴങ്ങാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇനി കുറച്ച് പ്രവർത്തകർ അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ബസ്സുകളായി എത്തി പോലീസ് 5-6 പോലീസുകാർ ചേർന്നാണ് ഓരോ പ്രവർത്തകനെയായി വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു ശ്രമകരമായ ദൗത്യത്തിൽ പോലീസ് എന്തായാലും ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോലീസ് വിന്യാസം തന്നെ ആകെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണറുടെ ഒരു നിലപാടുണ്ടായിരുന്നു. റോട്ടിലിറങ്ങി ഗവർണർ അതേ രീതിയിൽ SFIയുടെ അതേ ശൈലിയിൽ ഗവർണർ തിരിച്ചടിക്കുന്ന തരത്തിലൊരു നിലപാട് ഗവർണർ എടുക്കുന്നു. താമസം ഗസ്റ്റ് ഹൗസിൽ നിന്ന് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിക്കൊണ്ട് ഗവർണറുടെ നിലപാട് വ്യക്തമാക്കുന്നു. ചാൻസലറിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ചാൻസലർക്കെതിരെയുള്ള കൂടി SFI പ്രതിഷേധിക്കുമ്പോൾ അവർ ഒരു തരത്തിലൊരു വിട്ടുവീഴ്ചയില്ല. ആ ചാൻസലർക്കുള്ള മറുപടി എന്ന തരത്തിൽ അത്തരത്തിൽ ഒരു പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഗവർണറെ SFIയെ ക്രിമിനൽ സംഘം എന്നൊക്കെ ഗവർണർ വിശേഷിപ്പിക്കുന്നു. അതേ രീതിയിലുള്ള ഒരു മറുപടി SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുള്ള മറുപടി എന്നോണമാണ് SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒരു തരത്തിലും ഗവർണർ വിട്ടുവീഴ്ചയില്ലാത്ത സാഹചര്യം നമ്മൾ നേരത്തെ അതായത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. പരസ്പരം കൈ കോർത്തുകൊണ്ട് അവർ പിടിച്ചു മാറ്റാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ പരസ്പരം കൈ കോർത്തു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണല്ലേ. അങ്ങനെ വരെ പിടിച്ചു നിൽക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചു അല്ലേ? അതെ. അത്തരത്തിലുള്ള SFIയുടെ ശക്തമായ സമരം തന്നെയാണ് ഇവിടെ. ഓരോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതേ പ്രവർത്തകർ തന്നെ ബസ്സിൽ നിന്ന് ചാടി വീണ്ടും ആ കൈ ഓർത്ത് ആ ഒരു ചങ്ങല കൂടുതൽ അവരെ പ്രവർത്തകർ പോലീസിന് ഒരു രക്ഷയും നൽകാത്ത രീതിയിൽ പോലീസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പ്രവർത്തകരുടെ ഒരു പ്രകടനം ഉണ്ടാകുന്നു. ഏറെ പാടുപെട്ടാണ് പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കുന്നത്. പകുതിയോളം പ്രവർത്തകരെ നീക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉൾപ്പെടെ ഇവിടെ എത്തിയാണ് 3 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. 500ഓളം പോലീസുകാർ ഈ ക്യാമ്പസിനകത്ത് തന്നെയുണ്ട്. അകത്തും പുറത്തുമായി തന്നെ ഒരു വലിയ വിന്യാസമാണ് കാണുന്നത്. 6:45 ഗവർണർ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിന് മുൻപാകെയാണ് ഒരു 3 മണിയോടുകൂടി തന്നെ
SFI പ്രവർത്തകർ ഇവിടെ എത്തി. അവർ നേരത്തെ പറഞ്ഞ സമരം ഉണ്ടാകുമെന്ന സൂചന അവർ നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി രാവിലെ തന്നെ അത് അറിയിച്ചതുമാണ്. അതിന് പിന്നാലെ ഒരു അപ്രതീക്ഷിതം എന്നോണം പെട്ടെന്നുള്ള ഒരു പ്രകടനമായിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനം അവർ സംഘടിപ്പിക്കുന്നു. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കൂടിയിരിക്കുന്നു. പോലീസിനെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനിയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ പോലീസ് തുടരുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രകോപനത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഒന്നും തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അത് SFI സ്വീകരിച്ച ഒരു നിലപാടായിരിക്കാം തന്നെ പ്രതീക്ഷിക്കണം. കാരണം ആദ്യമേ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധമേ ഉണ്ടാകൂ എന്ന് SFI അറിയിച്ചിരുന്നു.